ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോയുടെ അടുത്ത് ഒരു യുവാവ് വന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരട്ടെ. ഈശോന് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 22-ാം തിരുവചനം. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. നീ നിന്റെ ജീവിതാവസ്ഥയിൽ നിന്ന് വിട്ടുമാറിയിട്ടാണ് എൻ്റെ പക്കലേക്ക് വരിക. അതാണല്ലോ അനുഗമിക്കൽ എന്നൊക്കെ പറയുക. നീ നിന്റെ ജീവിതാവസ്ഥകളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് നീ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇനി നിന്നെ വലിക്കുന്ന ഒരു അവസ്ഥയിലേക്കും നീ തിരിച്ചു പോകുവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നീ എൻ്റെ പിന്നാലെ വരണ്ട. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിനക്കും ബാധകമാണ് ഈശോ പറയുന്ന ഈ വചനം. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയായ നീ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വലിഞ്ഞു പോകുവാനാണ് ശ്രമമെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരിന് അർത്ഥമില്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ കൊടുക്കേണ്ട വ്യക്തിയെ ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും പിന്തള്ളിയിട്ട് ഈ ഈശോയിലേക്ക് നോക്കുവാനായിട്ട്, ചേർന്ന് നിൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുക. അത് നേടിയെടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ചുറ്റുമുള്ളതും പിന്നുള്ളതും എല്ലാം പിന്തള്ളിയിട്ട് നിന്നെ മാത്രം ലക്ഷ്യം വയ്ക്കുവാനായിട്ട് ഈ വ്യക്തി അനുഗ്രഹിക്കുന്നു. ജീവിതം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും ഈ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവം.